വെൽക്കം ബാക്ക് ടു നജാഷ് ഡിസൈൻ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ബനാറസി ബ്രൊക്കേഡ് സ്കേർട്ടും വെൽവെറ്റ് ടോപ്പും അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ലേറ്റായി ചെയ്യാനായിട്ട്. അത്യാവശ്യം വർക്ക് പെൻഡിങ് ഉള്ളത് കാരണം നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനും വീഡിയോ ഇടാനൊക്കെ ലേറ്റായിട്ടോ. ഇതെനിക്ക് ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടുള്ള ഓർഡറായിരുന്നു. അപ്പോൾ 2 പേർക്ക് ചെയ്യാനായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടും 2 ഡിഫറെൻറ്റ് ടൈപ്പിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബ്ലാക്ക് വെച്ചിട്ട് ഫ്രോക്കും അതിലേക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വെൽവെറ്റ് ടോപ്പ് ഉണ്ടല്ലോ, അതൊരു ജാക്കറ്റ് പോലെ ചെയ്യാനായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് ബ്രൊക്കേഡ് ഞാൻ 4 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വെൽവെറ്റ് ക്ലോത്ത് 1.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ലൈനിങ് പീസും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. 10 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ചെയ്യുന്നത്. 10 വയസ്സാണെങ്കിലും കുട്ടി അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കസ്റ്റമർ തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്ത് ഞാൻ 1.5 മീറ്ററാണ്. ടോട്ടൽ ഞാൻ 3 മീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 1.5 മീറ്റർ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ലൈനിങ് പീസിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ലൈനിങ് പീസിന് ഞാൻ ഇതുപോലെ നമ്മുടെ ഭാഗത്തേക്ക് ഓപ്പൺ വരുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ടോട്ടൽ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ഭാഗം മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 2ആയിട്ടാണ് മടക്കിയിട്ടുള്ളത്. ഇപ്പോൾ അതിനെ ഈ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ മടക്കുമ്പോൾ നമുക്ക് ഈ ഒരു എഡ്ജ് ഭാഗം 4 ഫോൾഡിലാണ് കേട്ടോ കിട്ടുക. ഇത് ഞാൻ ഫ്രണ്ടിലെ പീസ് മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഞാൻ ഇതിൻ്റെ ഈ ഒരു എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, നൂലിങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈപ്പ്, അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് നമ്മളിതിപ്പോൾ കോളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കോളറിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ജാക്കറ്റിൻ്റെ കൂടെ തന്നെ കോളറിനും കൂടി വേണ്ടിയിട്ട് മെഷർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ബാക്ക് കോളറാണ് കേട്ടോ വരിക. ബാക്ക് കോളറും ഇതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ വരിക. ഇപ്പം നമ്മൾ ഈ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ അവിടെ നിന്ന് താഴേക്കാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ താഴേക്കാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ലൈനായിട്ട് വരച്ചില്ലേ, അവിടെയാണ് ഞാൻ ഷോൾഡറിൻ്റെ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ ആക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ നമുക്ക് എത്രയാണോ ഷോൾഡറിൻ്റെ വിടുത്ത് അതിൽ നിന്ന് 1 ഇഞ്ച് എക്സ്ട്രാ ആക്കിയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത് അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത് ആയിട്ട് 14 ഇഞ്ചാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 2 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് താഴെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാണ് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ കോളറിന് വേണ്ടിയിട്ട് വരിക. അപ്പോൾ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ പീസാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സെയിം പാറ്റേണിൽ തന്നെ ഞാൻ വെൽവെറ്റ് മെറ്റീരിയലും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സെയിം മെഷർമെൻറ്റ്സിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഇനി നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗം നമുക്ക് കുറച്ച് കൺഫ്യൂഷനായി തോന്നിയാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എക്സ്ട്രാ നമ്മളൊരു 4 ഇഞ്ച് ബാക്കിൽ കോളറിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ എടുത്തു, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ തന്നെയാണ്. അതേപോലെ ഫ്രണ്ടിൽ 4 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് ആ ഒരു ഭാഗം എടുക്കുന്നത് കേട്ടോ. ഇനി ഇതിനെ ഓപ്പൺ ചെയ്താൽ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ കിട്ടുക. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ പീസ് ലെഫ്റ്റും റൈറ്റും ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഒറ്റ പീസിലായിട്ടാണ് കേട്ടോ ഇത് കിട്ടുക. അതുപോലെ ഇത് രണ്ടും തമ്മിൽ ഒരു 7 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഭാഗം നമുക്ക് ബാക്കാണ് കേട്ടോ വരിക. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് കുറച്ച് ഇങ്ങോട്ട് കവിഞ്ഞ് നിൽക്കണമല്ലോ. നമ്മളെ കോളർ ബാക്കിൽ മാത്രമല്ലല്ലോ വരേണ്ടത്, ഫ്രണ്ടിലേക്ക് കുറച്ച് കവിഞ്ഞ് നിൽക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ അങ്ങനെ നിൽക്കാനായിട്ട് നമുക്കൊരു 3 ഇഞ്ചോ 4 ഇഞ്ചൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 10 വയസ്സായ കുട്ടികളുടെ അല്ലേ, അപ്പോൾ അധികം അങ്ങോട്ട് ഇറങ്ങി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേ മാർക്കിങ് നമ്മൾ മറ്റേ സൈഡിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 3 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗത്തും മാർക്ക് ചെയ്തത് ഒരേപോലെയാണെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഏറിയിട്ടും ഒന്ന് കുറഞ്ഞിട്ടും അങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കറക്റ്റ് ആക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഒരു വി ഷേപ്പിലാണ് കേട്ടോ. അത് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, അതിൻ്റെ മുന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഒരു 3 ഇഞ്ചിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡ് വരേണ്ടത് കേട്ടോ. പിന്നെ ലാസ്റ്റിക്ക് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ലൈനിങ് പീസും കൂടെ ജോയിൻ ചെയ്തിട്ട് വേണം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം മറന്നു പോയിട്ടോ. പിന്നെ ഞാൻ രണ്ടാമത് ത്രെഡൊക്കെ അയച്ചിട്ടാണ് ലൈനിങ് പീസും കൂടെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മളിതുപോലെ 2 സ്റ്റിച്ചാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇത് നമ്മുടെ കോളറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ 2 സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പം ലൈനിങ് പീസും കൂടി ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം നമുക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ ചീത്ത വശത്താണല്ലോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്, അതിന് ഇതുപോലെ ഉള്ളിലേക്കാക്കിയിട്ട് ആ ഒരു എഡ്ജൊക്കെ നമുക്ക് ഷാർപ്പൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു പീസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു വി ഷേപ്പിലൊരു കട്ട് വന്നിട്ടുണ്ടല്ലോ, അത് നമ്മുടെ കോളറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ പിരിഞ്ഞ് നിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ത്രെഡിനൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഒറ്റ പീസിനെ ലെഫ്റ്റും റൈറ്റും സൈഡിലേക്ക് വരുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതെങ്ങനെയാണ് ഈ ഒരു കോളർ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന്. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ സെയിം ലെങ്ത്ത്, നമ്മൾ ടോട്ടൽ ലെങ്ത്ത് 14 ഇഞ്ചാണ്, അതിലേക്ക് 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ ഷോൾഡർ വിഡ്ത്തും ആം ഹോൾ വിഡ്ത്തും എല്ലാം മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിൽ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ, നമുക്ക് നോർമലാണ് ബാക്കിൽ വരുന്നത്. സിബ്ബോ അതേപോലെ ഒന്നും ഹുക്കൊന്നും കൊടുക്കുന്നില്ല. ഫ്രണ്ടിലാണ് ഹുക്ക് വരുന്നത്, ഓപ്പൺ വരുന്നത് ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ നമുക്കിങ്ങനെ നമ്മുടെ മെഷർമെൻറ്റ്സിനനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. അതേപോലെ നമ്മൾ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കോളർ നെക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികം ഇറക്കുന്നില്ല കേട്ടോ. നെക്കിൻ്റെ വിടുത്തായിട്ട് 3 ഇഞ്ചും പിന്നെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു കർവിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. കോളറിൻ്റെ എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഇനി മടക്കി തേച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇനി ചെയ്യുന്നത്. അത് നമ്മൾ താഴെ മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പ് കാണാതിരിക്കാനും ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ശേഷമാണ് കേട്ടോ ഇനി ബാക്ക് പീസ് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ആ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ഷോൾഡറും ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറും ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വശത്തിന് മുകളിലാക്കിയിട്ടാണ് ബാക്ക് പീസ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ലൈനിങ് പീസ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് മറ്റേ ഷോൾഡറും കൂടി ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതും ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ നെക്കിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം ലൈനിങ് പീസിന് ഉള്ളിലേക്ക് മറിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ക്രോസ് കട്ടും കൂടെ ഇട്ടിട്ട് നമുക്ക് ലൈനിങ് പീസിനെ ഉൾവശത്തേക്കൊന്ന് മറിച്ചിട്ടെടുക്കുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ടും ബാക്കും ഷോൾഡറും എല്ലാം നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോളറും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോളറിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുക മെഷർ ചെയ്തെടുക്കുക ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കോളറിൻ്റെ ഭാഗത്ത് നമുക്ക് ക്യാൻവാസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ക്യാൻവാസ് വെക്കാതെയാണ് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ലൈനിങ് പീസും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അതേപോലെ ഈ ഒരു വെൽവെറ്റിൻ്റെ അത്യാവശ്യം നല്ല
കട്ടിയുള്ളൊരു മെറ്റീരിയലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്യാൻവാസ് കൊടുത്തിട്ടില്ല. ഇനി ഇതാ കോളറിന് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിനി സ്ലീവ്സാണ് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ മെയിൻ ഫാബ്രിക്കും ലൈനിങ് പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മുകളിൽ ഞാൻ ഒരൊറ്റ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ആ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ സ്ലീവ്സും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ ഒരു താഴെ ഭാഗത്ത് ഞാൻ ലേസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നില്ല. കോളറിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഹാൻഡ് എംബ്രോയ്ഡറിയും അതേപോലെ അപ്ലിക് വർക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്ത് അത്യാവശ്യം നല്ല വീതിയിലുള്ള ലേസാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഈ ഒരു എഡ്ജ് ഭാഗത്തായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒരു ലേസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക്. ഇതുപോലെ ഒരു സിഗ്സാഗ് ടൈപ്പിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി തോന്നി കേട്ടോ. ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ കാണാൻ ഒന്നും കൂടെ ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കസ്റ്റമറുടെ അടുത്ത് ആദ്യമേ പറയാറുണ്ട് കേട്ടോ, ലേസാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് റേറ്റാണ് അവരുടെ അടുത്ത് പറയുക. ഇതിൻ്റെ സൈഡൊക്കെ ജോയിൻ ചെയ്തെടുക്കാം. അതേപോലെ താഴെ ഭാഗത്തും എല്ലാം ഞാൻ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സൈഡിലൊക്കെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ജാക്കറ്റിൻ്റെ ടൈപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഹുക്ക് വെക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു 3 ഹുക്കാണ് കേട്ടോ ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കോളറിൽ നമുക്ക് അത്യാവശ്യം നല്ല വർക്ക് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ടും ചെയ്യുന്നുണ്ട്. നമുക്ക് ആപ്ലിക് വർക്കായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒട്ടിച്ച് കൊടുത്താൽ അത്ര പെർഫെക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് ഞാൻ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു കോളർ ടോപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റായി വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു ഭാഗത്ത് ഞാൻ ഗ്യാപ്പില്ലാതെ തന്നെ ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഗൗണാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഗൗണിൻ്റെ മുകളിൽ വരുന്ന ഒരു ഷ്രഗ് പോലെയാണ് കേട്ടോ ഈ ഒരു കോട്ട് വരിക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.